പത്തനംതിട്ട കൊറ്റനാട് ലൈഫ് പദ്ധതിയിലെ വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ ഇടപെട്ട് ജില്ലാ കളക്ടർ ക്രയവിക്രയം സംബന്ധിച്ച അടിമുടി അവ്യക്തത എന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. കൂടുതൽ പരിശോധനയ്ക്ക് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് ജപ്തി ചെയ്തു എന്ന വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. 24 ഇംപാക്ട് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, 24 നൽകിയ വാർത്ത, അതിലിപ്പോൾ കളക്ടറുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. അതായത് അനുജ, ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ ഇടപെടൽ നടത്തിയത്. ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം കളക്ടർ നടത്തി. ലാൻഡ് റവന്യൂ വിഭാഗം വഴിയാണ് കളക്ടർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. ഈ പ്രാഥമിക അന്വേഷണത്തിലാണ് ക്രയവിക്രയം സംബന്ധിച്ച് അടിമുടി അവ്യക്തത കളക്ടർക്ക് വ്യക്തമായത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയ്ക്ക് തിങ്കളാഴ്ച കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. കേരള ബാങ്ക് പ്രതിനിധികൾ, ഒപ്പം തന്നെ പെരുമ്പട്ടി വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഭൂമി ഇടപാടിൽ തെറ്റുപറ്റിയെന്ന് മുൻ ഭൂവുടമ വിജയകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ 3 സെന്റ് ഭൂമിക്ക് മേൽ ബാധ്യതയുള്ള കാര്യം അറിയില്ല എന്ന് നിലവിലെ ഭൂവുടമ പ്രഹ്ലാദന്റെ കുടുംബവും പറഞ്ഞു. എന്തായാലും ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തായാലും തിങ്കളാഴ്ച നടക്കുന്ന കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തോടുകൂടി കുറച്ചധികം വ്യക്തത വരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ വില്ലേജ് ഓഫീസിൽ ഉണ്ടായ ചില ക്രമക്കേടുകൾ, ചില വീഴ്ചകൾ, ചില അശ്രദ്ധകളാണ് ഇത്തരത്തിൽ ഈ ലോൺ ഉണ്ടായിരുന്ന സ്ഥലം വീണ്ടും ഒരു രജിസ്ട്രേഷനിലേക്കും ആധാരവിഴുത്തിലേക്കൊക്കെ കടന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരത്തിൽ. എന്തായാലും ഈ യോഗത്തോടുകൂടി കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാവുന്നത്. ജില്ലാ കളക്ടർ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പരിശോധന തന്നെ നടത്തി രേഖകൾ സഹിതം യോഗത്തിനെത്താനാണ് നിലവിൽ ഈ പെരുമ്പട്ടി വില്ലേജ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അനുജ, പത്തനംതിട്ട കൊറ്റനാട് ആണ് ലൈഫ് പദ്ധതിയിലെ വീട് ജപ്തി ചെയ്ത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. അടിമുടി ദുരൂഹതയുണ്ട് ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇപ്പോൾ കളക്ടർ ഇടപെട്ടിരിക്കുന്നു. കൂടുതൽ പരിശോധന നടക്കും. ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്.